ഒരു നായിക പിന്തിച്ചിടാത്ത മരണമെന്ന അപാരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനുമില്ലാത്തവനും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാവരും മരണമാകുന്ന ആ അലംഘനീയമായ വിധിക്ക് വിധേയമാകുമെന്നതിൽ സംശയമുണ്ടോ? നമുക്ക് നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ, നമ്മുടെ അഭിപ്രായങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു ജന്മമുണ്ടായി, ഒരു സൃഷ്ടിയുണ്ടായി. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമായ വരദാനമായ ഒരു ജീവിതമുണ്ടായി. പറയപ്പെടാൻ ഒന്നുമല്ലാത്ത, പ്രസ്താവിക്കപ്പെടാൻ ഒന്നുമല്ലാത്ത, പ്രസംഗവേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അഡ്രസ് ഇല്ലാത്ത, ഇന്ന ആളുടെ മകനെന്ന് പറയാനില്ലാത്ത, എന്റെ അഡ്രസ് ഇന്നതാണെന്ന് പറയാനില്ലാത്ത, എന്റെ ജില്ല ഇന്നതാണെന്ന് പറയാനില്ലാത്ത, ഞാൻ ജനിച്ച നാട് ഇന്നതാണെന്ന് പറയാനില്ലാത്ത, വല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും മഖ്റാജ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത ലിതസ്ലുകു മിൻഹാ സുബ്ലം ഫിജാജ. വല്ലാത്തൊരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം. ഒരു അപേക്ഷയുണ്ട് എനിക്ക്. വളരെ കൃത്യമായ സമയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് 2 പ്രസംഗങ്ങളാണ് ഇവിടെ. 1.5 മണിക്കൂർ വീതമുള്ള 2 പ്രസംഗങ്ങളാണ് ഇവിടെ. അതിലൊന്ന് കഴിഞ്ഞു. ഈ പ്രസംഗവും ഇത് സമാപനമാണ്. ഒരു കാര്യം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായും ആവാഹിച്ചെടുത്തുകൊണ്ട് വേണം ഇവിടുന്ന് കടന്നു പോകാൻ. വ്രണിത യൗവനത്തിന്റെ പുതിയ ലോകം ഇവിടെ കെട്ടിപ്പടുക്കപ്പെടുന്നുണ്ട്. മദ്യപാനങ്ങളിലും മയക്കുമരുന്നിലും മധുരാക്ഷിയിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനപദം നമ്മുടെ നാടുകളുടെ സ്വാസ്ഥ്യം കെടുത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നുണ്ട്. 13-കാരനും 17-കാരനും 12-കാരനും വലിയ തിന്മകൾക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിന്റെ കുളമ്പടി ശബ്ദങ്ങളെ കർണപുടങ്ങളിൽ വന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൽ എന്നറിയുന്നവരാണ് നമ്മളൊക്കെ. സഹോദരങ്ങളെ, ഈ പോക്ക് അപകടമാണ്. 30-ാം അധ്യായം സൂറത്തുർ റൂം 41-ാമത്തെ വചനമാണ്. കരങ്ങൾ, മനുഷ്യരുടെ കരങ്ങളെ പ്രവർത്തിച്ച കാരണം കൊണ്ട് കരയിലും കടലിലും സ്വസ്ഥതകേടുണ്ടായി, ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടായി എന്ന് അല്ലാഹു പറയുകയാണ്. ഇന്ന് മറ്റൊരാളുടെ വീടുകളിൽ കൂട്ടാത്മഹത്യകൾ, നാളെ അത് നമ്മുടെ ഭവനങ്ങളിൽ. ഇന്നലെ മറ്റൊരാളുടെ മകൻ മദ്യപാനിയായി റോഡരികിൽ മറഞ്ഞു വീണ് നാളെ അത് നമ്മുടെ മകനായി. ആർത്തനാദമായി, ദീനരോധനങ്ങളായി, വേദനകളായി, ദുഃഖങ്ങളായി, ആകുലതകളായി മാറിയ ആധുനിക ലോകഘടനയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിഹാരം തേടി അലയുന്നു മനുഷ്യർ സഹസ്രാബ്ദങ്ങളായി. മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം തേടി നമ്മൾ ഉറക്ക ലോകത്തോട് വിളിച്ചു പറയുന്നു, പരിഹാരമുണ്ട്. മാനവ സമൂഹത്തിന്റെ ഇതപര്യന്തമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ആകാശഭൂമികളുടെ തമ്പുരാൻ, സൂര്യചന്ദ്രാദികളെ സംരക്ഷിച്ചു നിലനിർത്തുന്ന പ്രപഞ്ചത്തിന്റെ നാഥൻ, ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുടെ ചകലകളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പ്രയാണം നടത്തുന്ന ആർട്ടിക് ടേണിന്റെ പൊള്ളയായ ചിറകുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ, സർഗാസോ കടലിടുക്കുകളിൽ മുട്ട വിരിയിച്ച് ഇടതും വലതും തലയും വാലുമിട്ട് മണ്ണിലടിച്ച് ഭൂമിയിലടിച്ച് വെള്ളത്തിലടിച്ച് ചത്തുപോകുന്ന ഈൽ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ 4000 മൈലുകൾക്കപ്പുറത്ത് അമ്മ പുറപ്പെട്ട ദിക്കിലേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന കൺട്രോളർ, സുപ്രീം പവർ റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ നാഥൻ മനുഷ്യന്റെ മുമ്പിൽ പരിഹാരം വെച്ചിട്ടുണ്ട്. മാധവ, സുരേന്ദ്ര, ദേവദാസെ, ജോർജ്, ക്രിസ്ത്യാനിയോട്, ജൈനനോട്, ബൗദ്ധനോട്, മതമുള്ളവനോട്, ഇല്ലാത്തവനോട്, നിരീശ്വര വിശ്വാസിയോട്, ഇവിടെ ജീവിതത്തിന്റെ പുറമ്പോക്കിൽ കഴിഞ്ഞവനോട്, നിരാശ ബാധിച്ചവനോട്, ദാമ്പത്യത്തിന്റെ ജീവിതത്തിൽ ശിഥിലീകരണം സംഭവിച്ചവരോട്, ഭാര്യയോടുള്ള മഹത്വത്തിന്റെ മേന്മയേറിയ പ്രവർത്തനങ്ങൾ അറിയാത്തവരോട്, ഭർത്താവിനെ അനുസരിക്കുന്നിടത്താണ് സ്വർഗമുള്ളത് എന്ന് തിരിച്ചറിയാത്ത പെൺകൊടികളോട്, മാതാവിന്റെ മേന്മയറിയാത്ത മക്കളോട്, മക്കളുടെ മേന്മയറിയാത്ത മാതാപിതാക്കളോട്, ഗുരുവര്യന്റെ സ്ഥാനമറിയാത്ത ശിക്ഷകണങ്ങളോട്, തലമുറകളെ നയിക്കാൻ യോഗ്യത ഉണ്ടാക്കേണ്ട വിദ്യാർത്ഥി സമൂഹത്തിന്റെ കയ്യിൽ ആയുധങ്ങളും ചട്ടുകങ്ങളും ധരിപ്പിക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരോട് നമുക്കുറക്കെ പറയാൻ കഴിയും, ഉണ്ട് മനുഷ്യരെ, നിങ്ങളുടെ കഥനകഥകൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ ആകുലതകൾക്ക് പരിഹാരമുണ്ട്, നിങ്ങളുടെ മാതാവിന്റെ അബദ്ധസഞ്ചാരങ്ങൾക്ക് പരിഹാരമുണ്ട്.
വാട്ട് ഈസ് ഇസ്ലാം എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി, എന്താണ് ഇസ്ലാം? മനുഷ്യ ജീവിതത്തിന്റെ പരിഹാരം എന്നാണ് അതിന് നമുക്കുള്ള മറുപടി. ലോകം കാതോർക്കുകയാണ്. പാശ്ചാത്യ പൗരസ്ത്യ ശക്തികൾ ലോകത്ത് മുഴുവനും അഴിച്ചുവിട്ടിട്ടുള്ള എയ്ഡ്സിന്റെ, എബോളയുടെ, ഗൊണോറിയയുടെ, സിഫിലിസിന്റെ അനന്തമായ വൃത്തികേടുകളുടെ സാധ്യതകൾ ആധുനിക ലോകം നമ്മൾ കാണുന്നുണ്ട്. സ്വവർഗരതിയുടെ, വ്യഭിചാരത്തിന്റെ, സൊഡോമിയുടെ, ലെസ്ബിയാനിസത്തിന്റെ നീണ്ട ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആധുനിക ലോകം, ബാപ്പയിൽ നിന്ന് ഓടിയകലുന്ന മക്കളുടെ കഥനകഥകൾ, സ്നേഹനൈരാശ്യം കൊണ്ട് പൊട്ടിപ്പോയ മനുഷ്യ മക്കളുടെ ദീനരോധനങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, ബോംബുകളുടെ, കഷ്ടതകളുടെ നടുവിൽ ജീവിച്ചു പോയ ജനപദത്തിന്റെ, ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, ചെച്ചനിയയുടെ, കോസറോവയുടെ, ലബനാനിന്റെ, ഗാസയുടെ മണ്ണിൽ ജീവിതം പൊലിഞ്ഞുപോയ പിഞ്ചു പൈതങ്ങളുടെ കഥനകഥകളുടെ മുമ്പിൽ, ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട് ആശ്രയത്വം നഷ്ടപ്പെട്ടു പോയ വിധവകളുടെ കണ്ണീരിന്റെ മുമ്പിൽ, ആശ്രയത്വം നൽകേണ്ട മക്കളുടെ കണ്ണുനീരുകളുടെ മുമ്പിൽ, വിലാപങ്ങളുടെ യാത്ര തിരിച്ച മാതാപിതാക്കളുടെ ദീനരോധനങ്ങളുടെ മുമ്പിൽ, അനാഥ സംരക്ഷണത്തിന്റെ പുതിയ ലോകം പടുക്കാൻ, പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന പുതിയ ലോകം പടുക്കാൻ, മനുഷ്യരോട് ഇതാ ഒരു സുരക്ഷിതത്വത്തിന്റെ ലോകമുണ്ട്, നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു മതമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, എന്റെ പ്രിയപ്പെട്ട അനുജ, ദേവദാസേ, ബാല, നിന്റെ ടെൻഷന് പരിഹാരമുണ്ടെന്ന് പറയാൻ, കുരിശും വരച്ച് സിട്ടാവായ പടച്ചതമ്പുരാനെ മറന്ന് സിട്ടിയെ ആരാധിച്ചു പോയതിന്റെ വേദനകൾ അനുഭവിച്ച എന്റെ പ്രിയപ്പെട്ട ജോർജെ, നിന്റെ മുമ്പിൽ പരിഹാരമുണ്ടെന്ന് തലയുയർത്തി പറയാൻ. അതേ പ്രിയപ്പെട്ടവരെ, മതം സുരക്ഷയാകുന്നു എന്ന ഈ മഹിതമായ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഞാൻ. ഒരു 2 വീലർ സവാരിക്കാരന് കൃഷ്ണ സിംഗ് ശക്തമായി നിർദ്ദേശിച്ചു, നിന്റെ തല പൊട്ടാതിരിക്കാൻ, ബൈക്ക് ആക്സിഡന്റിൽ നിനക്ക് പരിക്കുകൾ കുറച്ചു കൊണ്ടുവരാൻ, നിന്റെ തലയുടെ സുരക്ഷിതത്വത്തിന് ഹെൽമറ്റ് നിനക്ക് അനിവാര്യമാണ് യുവാവേ എന്ന് കൃഷ്ണ സിംഗ് പറയുമ്പോ അതൊരു സുരക്ഷിതത്വത്തിന്റെ മേഖലയാണ്. 4 വീലർ റോട്ടിലിറക്കി സഞ്ചരിക്കുമ്പോ അരക്കച്ചയിലൂടെ പൂണൂല് ധരിക്കുന്ന പോലെ കറുത്ത ബെൽറ്റ് ധരിക്കുന്നത് നിന്റെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണെന്ന് പറയുമ്പോൾ, ശത്രുക്കളുടെ വെടിയുണ്ടകൾ ഏൽക്കാതിരിക്കാൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നവർക്ക് ബുള്ളറ്റ് പ്രൂഫ് അനിവാര്യമാണെന്ന് പറഞ്ഞ പോലെ, അതുപോലെ സഹോദരങ്ങളെ, ലോകത്ത് പലതിനും ആകാശമേലാപ്പിന്റെ അനന്തതയിൽ ഓസോൺ ലെയർ, അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ സുരക്ഷിതമായ മേൽക്കൂര സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, അതൊക്കെ സുരക്ഷ തന്നെയാണ്. വീടിന്റെ ഏറ്റവും ശക്തമായ സുരക്ഷ അതിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഡോറുകളാണ്. ഇതൊക്കെ സുരക്ഷിതത്വത്തിന്റെ മേഖലകളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സുരക്ഷിതത്വവും എവിടെ നിന്ന് ലഭിക്കുമെന്നത് വളരെ പ്രധാനമായ ചോദ്യമാണ്. മക്കളോട് സ്നേഹമില്ലാത്ത അമ്മമാരുടെ, അതുപോലെ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത മക്കളുടെ എല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് പരിഹാരം നിർദ്ദേശിക്കുകയാണ് നാം. നോക്കൂ, ലോകത്ത് മനുഷ്യ സമൂഹം മൊത്തത്തിലുള്ള ഒരു പിക്ചറാണ് ഈ പറഞ്ഞത്. പരിഹാരം വേണ്ടേ? പരിഹാരം ഉണ്ടോ? ഇങ്ങനെ ഒരു ജനത കഴിഞ്ഞുപോയി, ആ ജനതയിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതവിടെ ചാവക്കാട് ഇത് സമർപ്പിക്കുമ്പോ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, ബൈലക്സ് മെസ്സഞ്ചറിൽ, ഇസ്ലാമിക് ക്ലാസ് റൂമിൽ, ലോകത്തിന്റെ അനന്തമായ സാധ്യതകളിൽ മനുഷ്യരിത് കേൾക്കുന്നുണ്ടാവും. ഉറപ്പാ, മനുഷ്യർ സാഗൂതം ഇത് കേൾക്കുന്നുണ്ടാവും. ജീവിതം എന്താന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് മതം സുരക്ഷിതത്വത്തിന്റെ ചരിത്രം നമുക്ക് പറയാനുള്ളത്. ഒരുപാട് കാലം മുസ്ലിമായി ജീവിച്ചില്ലേ നമ്മളൊക്കെ? എന്തെങ്കിലും നേടിയോ? നേരത്തെ എവിടെ സ്വലാഹി സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ ദേവത്ത് നിർത്തിവെക്കാനായിട്ടില്ലെന്ന് അല്ലേ? നമ്മുടെ ദേവത്ത് അപങ്കുരം തുടരേണ്ട ഒന്നാണ്, കണ്ടിന്യൂസ് ആയി നടക്കേണ്ടതാണ്. പ്രാണവായു പോലെ മനുഷ്യരെ യഥാർത്ഥ ജീവിതം പഠിപ്പിക്കേണ്ടത്, യഥാർത്ഥമായ ജീവിതം. നാട് വിട്ടുപോകൽ, കാട്ടിലേക്ക് കയറൽ, ഇതൊക്കെ മതത്തിന്റെ ഭാഗമായി നടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. റസൂലുള്ള വരുന്ന കാലം, റസൂലുള്ളാന്റെ മുമ്പത്തെ കാലം, സ്വാമി വിവേകാനന്ദ പറഞ്ഞ കാലം, ഏത് പെണ്ണിനെ തൊടാതിരിക്കലാണ്
മോക്ഷസങ്കല്പത്തിന് നിദാനമെന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ സെന്റ് പോളിന്റെ വാചകം, സ്വാമി വിവേകാനന്ദന്റെ വാചകം, വിവാഹം വേണ്ട, വിവാഹം വേണ്ട. ഓഷോ, ഭഗവാൻ രജനീഷിന്റെ സിദ്ധാന്തങ്ങൾ, ബട്ടൺ റസലിന്റെ സ്വന്തം ശിഷ്യന്റെ ഭാര്യയുമായി VVM വൈവിട്ടുമായ വൃത്തികെട്ട ലൈംഗികമായ അരാജകത്വങ്ങൾ, കുത്തഴിഞ്ഞ ജീവിതങ്ങൾ, ലോകം കണ്ട ഏറ്റവും വലിയ പാപങ്ങളുടെ സംരക്ഷകനായ വിക്ടർ യുഗോയുടെ അധാർമിക ജീവിതങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്ത് പരിഹാരം എന്തുണ്ട്? മദ്യപാനമില്ലാത്തൊരു ലോകം ഉണ്ടാവണം. ആവട്ടെ, പോകട്ടെ, തുലയട്ടെ, എന്തുമാകട്ടെ, കുടിച്ചു നശിക്കട്ടെ പുതിയ തലമുറ എന്നൊരു മുദ്രാവാക്യം ഇവിടെ അറിയാതെ വന്നിട്ടുണ്ട്. കുടിയന്മാരുടെ നാട്, കുടിയാന്മാരുടെ നാടല്ല, കുടിയന്മാരുടെ നാട്. 2 വയസ്സുള്ള കുട്ടിയെ കൊഞ്ചിക്കളിപ്പിക്കാൻ 16 വരുമ്പോ പേടിക്കേണ്ട കാലഘട്ടം. 60 കഴിഞ്ഞ കാരണവര് 2.5 വയസ്സുള്ള പെൺകുട്ടിയുടെ നേരെ മോളെ എന്ന് വിളിക്കുമ്പോ കാമാസക്തി ദർശിക്കുന്ന പുതിയ ലോകം. ശരി, ഇതൊക്കെ പ്രശ്നമാണ്. എന്താ പരിഹാരം? എന്താ പരിഹാരം? എന്താ പരിഹാരം? മതം എങ്ങനെയാ സുരക്ഷിതമാകുക? ഹെൽമെറ്റ് സുരക്ഷിതമായ പോലെ ഫ്ലൈറ്റിൽ കയറിയ ബെൽറ്റ് ഇടണം. ഫ്ലൈറ്റിൽ കയറിയ ഒരു നിശ്ചിതമായ സീറ്റ് ചാരി വെക്കാൻ പാടില്ല, അതിങ്ങനെ സ്റ്റേണായിട്ട് വെക്കണം. എന്താ സുരക്ഷിതത്വമാണ്. ട്രെയിനിന്റെ ഡോറ് വളരെ ശക്തമാണ്, പോലീസുകാരുണ്ടാവും. ഇതൊക്കെ മനുഷ്യന്റെ സുരക്ഷിതത്വമാണ്. ഒറ്റക്കയ്യന്മാർ പെൺകുട്ടികളുടെ ശരീരം പിച്ചി ചീന്തുന്ന കഴുകന്മാരാകും. അതുകൊണ്ട് അവിടെ പോലീസുകാർ ആവശ്യമാണ്, സുരക്ഷിതത്വമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഅബത്തിന്റെ അടുത്ത് ഓർക്കണം, മനസ്സ് കുറിച്ചിടണം. 1 മിനിറ്റ് പോലും നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകരുത്, 1 മിനിറ്റ് പോലും നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. നിങ്ങളുടെ മൊബൈലുകളുടെ സൈലന്റ് ഓപ്ഷനിൽ അത് കാണുമ്പോ എടുത്തു പോകരുത്. നിങ്ങളിൽ മന്ത്രിമാരില്ല, ജില്ലാ കളക്ടർമാരില്ല, ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ശ്രദ്ധിച്ചു കേട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് നല്ലത് പിൻപറ്റി നല്ലതിനു വേണ്ടി ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ ചാവക്കാടിന്റെ മണ്ണിൽ തൃശൂരിന്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ സമ്മേളനം സാർത്ഥമായി നെഞ്ചകത്തേറ്റി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. അതിനുവേണ്ടിയാ പറയുന്നത്, റസൂലുള്ള കഅബത്തിന്റെ ഓരത്ത് ഒരു കറുത്ത പുതപ്പ് വെച്ച് കൈ തലയാണയായി പലതും മയവറക്കി ചിന്തിച്ച് ഇന്നലെ നാളെ പലതും ആലോചിച്ച് കിടക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഒരു സഹാബി വന്നു. ഖബ്ബാബ്. ആരാ ഖബ്ബാബ്? ആരാ ഖബ്ബാബ്? മുസ്ലിങ്ങൾ അറിയട്ടെ, ആരാ ഖബ്ബാബ്? കൊല്ലപ്പണിക്കാരനായിരുന്നു ഖബ്ബാബ്. ആ ഖബ്ബാബ് ഒരേ ഒരു തെറ്റേ ചെയ്തുള്ളൂ, പ്രവാചകനിൽ വിശ്വസിച്ചു. സമ്പൂർണ്ണ മാതൃകയായ പ്രവാചകനിൽ വിശ്വസിച്ചു. ജീവിതത്തിന്റെ ഊടുംപാവം നൽകിയ പ്രവാചകനിൽ വിശ്വസിച്ചു. ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയ പ്രവാചകനിൽ വിശ്വസിച്ചു. മരുഭൂമിയിൽ ഊശര ഹൃദയം പേറി ഊശര ഭൂമിയിൽ ജീവിച്ച് ബുദ്ധിയില്ലാത്ത ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച ഒരു ജനപദത്തെ, കാമാസക്തിയോടുകൂടി മാത്രം പെണ്ണിനെ നോക്കിക്കണ്ട ഒരു ജനപദത്തെ, വൈദൽ മൗഊദത്ത് സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത് 81-ാം അധ്യായം 8-9 വചനമാണ്. വൈദാ ബുശ്റാഹദും ബിൽഉൻസ, അതേ ഒരു പെൺകുട്ടി പിറന്നു എന്നറിഞ്ഞാൽ മുഖം വിവർണമാകുന്ന ജീവനോടെ പെണ്ണിന്റെ കയ്യും പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് ആ ലാളന കണ്ട് ആ കവിൾത്തടത്തിൽ ചുംബിക്കേണ്ടതിന് പകരം മണ്ണ് വെട്ടി മണ്ണിലേക്ക് വാരിയിട്ട് ആ വായിലേക്ക് മണ്ണ് വെട്ടിയിട്ട് മമ്മട്ടി കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു ജനപദത്തെ, 3 പെൺകുട്ടി ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുക വഴി സ്ത്രീത്വത്തിന് മകുടം ചാർത്തിയ മഹാപ്രവാചകൻ വിശ്വാചാര്യൻ ാചാര്യന്റെ സമുന്നിധ മഹാമതിഖ്യാത ശിഷ്യശാഖ സമുന്നിധം, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, കരുണാവാൻ നബി, മണിമുക്തി രത്നമോ എന്ന് പറഞ്ഞ ആ പ്രവാചക ചക്രവർത്തിയിൽ ഖബ്ബാബ് വിശ്വസിച്ചു പോയി. ഖബ്ബാബിന്റെ ഉമ്മ അമ്മാറ ഓർത്തോളി മുജാഹിദുകള് ചെറിയൊരു വിമർശനം കേൾക്കാൻ വയ്യല്ലേ, സഹിക്കാൻ വയ്യല്ലേ? വലാ യഖാഫൂന ലൗമത ലാഇൻ, ആക്ഷേപകന്റെ ആക്ഷേപത്തെ സഹിക്കാൻ കഴിയണല്ലേ? പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുവല്ലേ? തിരിച്ചലുകൾ ഉണ്ടാകുമ്പോൾ പോലും പൊട്ടിത്തെറി ഉണ്ടാകുന്നുവല്ലേ? സഹോദര ഖബ്ബാബ് ആരാ? ഉമ്മ അമ്മാറ ഖബ്ബാബിനെ വലിയ തീക്കല്, അതായത് ഖബ്ബാബിന്റെ ശരീരത്തിന്റെ നീട്ടനുസരിച്ച് മരുഭൂമിയില് ചുട്ടുപൊള്ളുന്ന മണലിൽ, കടലവറക്കുന്ന മണലിൽ, കടലവറുത്തെടുത്ത മണലിൽ, അഥവാ സൂര്യതാപമേറ്റ് തിളച്ച മണലിൽ തീക്കനലുകൾ നിരത്തി
ഖബ്ബാബിനെ തിരിച്ചും മലത്തിയും കിടത്തി പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് തള്ളിപ്പറ, മുഹമ്മദിനെ തള്ളിപ്പറ എന്ന് പറഞ്ഞ് ബോധം കെട്ട് ശരീരത്തിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടായി മാംസം തോർന്നു പോകാതെ എല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പോലും ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ധനാഢ്യനായി ദരിദ്രനായി ജീവിച്ച് ധനാഢ്യനായി മരിച്ചുപോയ ഖബ്ബാബ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു, കഅബത്തിന്റെ പരിസരത്തേക്ക് വന്നു. അലാ റസൂലേ കാണുന്നില്ലേ, ശരീരം തോലുരിയപ്പെട്ടിരിക്കുന്നു, റസൂലേ ആഴമേറിയ മുറിവുകൾ കാണുന്നില്ലേ, അലാ അലാ തദൂലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലയോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലയോ? പ്രവാചകന് ഇഷ്ടപ്പെട്ടില്ല, പ്രവാചക തിരുമേനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഖബ്ബാബ് ധൃതി കാണിക്കുകയാണ്. അതെ, അം ഹസിബ്തും അന്നമാ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത, അതെ അൻ തദ്ഖുലുൽ ജന്നത. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലും സൂറത്ത് ആൽ ഇംറാനിലെ വചനത്തിലെ 142ലും സൂറത്ത് ബഖറയിലെ 214ലും പറഞ്ഞു, വസുൽസിലു അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ ഏതുവരെ യഖൂലർ റസൂലു മത്താ നസ്റുല്ലാഹ്, അതെ വല്ലദീന മഅഹു മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വരെ ചോദിക്കുന്നത് വരെ, ഏ ഖബ്ബാബ് നിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ജനപദമില്ലേ, ഖുതുല അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പ്രതാപവാനായ അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അഗ്നികുണ്ഡത്തിന്റെ ഉള്ളിലിട്ട് ചുട്ടുകരിച്ച് എല്ലുകൾ പൊട്ടിയ ശബ്ദം കേട്ട് ആർത്തട്ടഹസിച്ച ഒരു ജനപദം കഴിഞ്ഞു പോയപ്പോഴും ഈമാൻ വർദ്ധിക്കുകയല്ലാതെ അവർക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. ഖബ്ബാബ് എന്നിട്ട് റസൂലുള്ളാഹി ഒരു സന്തോഷ വാർത്ത അറിയിച്ചു, ഖബ്ബാബ് ധൃതി കാണിക്കേണ്ട, ഖബ്ബാബ് വരും. എല്ലാരും ഓർക്കുക, പെട്ടെന്ന് തന്നെ ലോകത്തെ നന്നാക്കി കളയാം, എല്ലാം ശരിയാക്കി കളയാം എന്ന് നമ്മളാരും വിചാരിക്കരുത് കേട്ടോ. അള്ളാന്റെ റസൂല് പറയാൻ, ഖബ്ബാബ് ഇതൊക്കെ ഇന്നല്ലേ, നാളെ വരും ഖബ്ബാബ് ഒരു ദിനം, നാളെ വരും ഖബ്ബാബ് ഒരു സൂര്യോദയം, നാളെ വരും ഖബ്ബാബ് ഒരു ശാന്തത, നാളെ വരും ഖബ്ബാബ് ഒരു പ്രതാപം. അതല്ലേ അതല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരേ ഒരു വാചകം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊള്ളട്ടെ, ആവേശദായകമായി. സൂറത്ത് 24 അധ്യായം 55 വാചകം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്ന ലഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂ ബില്ലാഹി ശൈആ. അതെ, വമൻ കഫറ ബഅദ ദാലിക ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. ആയത്തിന്റെ അർത്ഥം എന്താ? എല്ലാരും ഒന്ന് കേട്ടെ. മതം സുരക്ഷയാണല്ലേ, മതം സമാധാനമാണല്ലേ, മതം ശാന്തിയാണല്ലേ, മതം നീതിയാണല്ലേ, മതം സമത്വമാണല്ലേ, മതം സ്നേഹമാണല്ലേ, മതം കാരുണ്യമാണല്ലേ, മതം ദാമ്പത്യമാണല്ലേ, മതം കച്ചവടമാണല്ലേ, മതം മനുഷ്യന് ടോട്ടൽ ആശ്വാസം നൽകുന്നതാണല്ലേ. ആയത്ത് കേട്ടോ, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും, കേട്ടോളൂ പഠിച്ചോളൂ, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് നാം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയ പോലെ, ഭരണച്ചെങ്കോല് നൽകിയ പോലെ, നൂറ്റാണ്ടുകളോളം അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ചെങ്കോലുകൾ നൽകും. തീർന്നില്ല, അവൻ തൃപ്തിപ്പെട്ടു തന്ന നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകും. ആരും നിങ്ങളെ സഹായിക്കുന്ന, ആരും നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ മതം എവിടെ നോക്കിയാലും ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു കാലമുണ്ടാകും. തീർന്നില്ല, അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് സുരക്ഷിതത്വം നൽകും, ഭയത്തിന് ശേഷം അവർക്ക് സുരക്ഷിതത്വം നൽകും. ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ നൽകണമെങ്കിൽ, അതായത് യുവാക്കളെ ഇസ്ലാമിന്റെ ഭരണം കിട്ടണമെങ്കിൽ, യുവാക്കളെ ഇസ്ലാമിന് സ്വീകാര്യത കിട്ടണമെങ്കിൽ, യുവാക്കളെ ഭയമില്ലാത്ത ആമനഹും മിൻ ഖൗഫ് എന്ന് സൂറത്ത് ഖുറൈശ് പറഞ്ഞില്ലേ, ഭയത്തിന് ശേഷം നിർഭയത്വം നൽകി. മുഅ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം ഭയമില്ലാത്തവൻ എന്നാണ്. വിശ്വാസി എന്ന് മാത്രമല്ല, ഒന്നിനെയും ഭയക്കാത്തവൻ. നോക്കൂ, അള്ളാഹു പറഞ്ഞില്ലേ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ ഒരാളെയും പേടിക്കാത്തവൻ.
9-ാം അധ്യായം 18-ാമത്തെ വചനം. അല്ലദീന അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ലും 39-ലും പറഞ്ഞ ആ ദേവത്തെ നയിക്കുന്നവർ അല്ലാഹനെയല്ലാതെ വേറൊരാളെ പേടിക്കുകയില്ല. ഈ മൂന്നവസ്ഥ ഏതാണ്? മൂന്നവസ്ഥ: 1 നിർഭയത്വം, 2 ഇസ്ലാമിന് സ്വാധീനം, 3 ഇസ്ലാമിന്റെ ഖിലാഫത്ത്. ഇത് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ വിശ്വസിക്കുകയും അമല സ്വാലിഹാത്ത് ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ. പിന്നെ എന്താ? അവരെന്നെ ആയിരിക്കും ആരാധിക്കുക, അവരെന്നെ ആയിരിക്കും ആരാധിക്കുക. അതാണ് കണ്ടീഷൻ. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈഅ. അവരെന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. കണ്ടീഷൻ എന്താ? തൗഹീദ് ഉണ്ടാവുക എന്നതാണ്. കണ്ടീഷൻ എന്താ? കൊട്ടാരമുണ്ടാവുക എന്നതല്ല. കണ്ടീഷൻ എന്താ? അമ്പരചുംബികളായ അറബ് സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നതല്ല. കണ്ടീഷൻ എന്താ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബിഹി ശൈഅ. അവരെന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അതാ കണ്ടീഷൻ. ആ കണ്ടീഷൻ പാലിച്ചാൽ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഖബ്ബാബേ, അങ്ങ് ഇറാഖിൽ നിന്നൊരു പെണ്ണിന് നിർഭയത്വം ചെന്നായല്ലാതെ അല്ലാഹുവിനെയല്ലാതെ വേറൊരു ശക്തിയെയും പേടിക്കേണ്ടതില്ലാത്ത വിധം നിർഭയത്വം വരും. ഖബ്ബാബേ, അതേ, അറബുകൾക്ക് അനറബി കീഴ്പ്പെടും, ലോകം കീഴ്പ്പെടും. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ ഈ ആദർശത്തിന്റെ ചൈത്രയാത്ര നടന്നു. റോം അധീനപ്പെട്ടു, പേർഷ്യ അധീനപ്പെട്ടു. ഗിബ്ബൺ എന്ന് പറയുന്ന ലോകം കണ്ട ചരിത്രകാരന്റെ ഒരു വാക്ക്, റോമൻ എംപയർ എന്ന് ചരിത്ര പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, റോമയുടെയും പേർഷ്യയുടെയും യൂറോപ്പിലെ വൃത്തികെട്ട ബർബറുകളുടെയും കുത്തഴിഞ്ഞ നെറികെട്ട ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദിന്റെ ജന്മമുണ്ടാകുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയൂ പ്രവാചകരെ, ഞാൻ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ്. ഹിന്ദുവിന്, മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ജൈനന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, പാശ്ചാത്യന്, പൗരസ്ത്യന്, എല്ലാവർക്കുമുള്ള പ്രവാചകനാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ അധിപതിയായ അല്ലാഹുവിന്റെ പ്രവാചകൻ. ശരി, ആ പ്രവാചകൻ എന്താ അവിടെ നിർവഹിച്ചത്? ഗിബ്ബൺ പറഞ്ഞത് എന്താ? ഭാഗ്യവശാലാണ് ആ ജന്മം ഉണ്ടായത്. ഏത് ജന്മം ഉണ്ടായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഉണ്ടായത്. എന്തേ അദ്ദേഹം നിർവഹിച്ച ദൗത്യം? കാർൽ മാർക്സിൽ നിന്ന്, എംഗൽസിൽ നിന്ന്, ലെനിനിൽ നിന്ന്, മുസോളിനിയിൽ നിന്ന്, ഡെമോസ്തനീസിൽ നിന്ന്, അലക്സാണ്ടർ ദി ഗ്രേറ്റിൽ നിന്ന്, നെപ്പോളിയൻ ബൊണപ്പാർട്ടിൽ നിന്ന്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന്, മഹാത്മാഗാന്ധിയിൽ നിന്ന്, അബ്രഹാം ലിങ്കണിൽ നിന്ന്. ആ പ്രവാചകൻ എന്താ പ്രത്യേകത? The 100 by Michael Chart. The 100 by Michael Chart. ചാപ്റ്റർ 1, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ഒന്നാം സ്ഥാനത്താണ്. എന്താ കാരണം? തോമസ് കാർലൈൻ, എം എൻ റോയ് അവരൊക്കെ പറഞ്ഞ എന്താ? ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ എന്താ? ലോക നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽ ആ പ്രവാചകനാരാ? എല്ലാവരോടും, ഈ ചാവക്കാടിന്റെ മണ്ണിൽ പ്രസംഗം കേൾക്കുന്നവരോട്, നിങ്ങൾ ലോക ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ആ പഠനത്തിൽ ഏറ്റവും നിർഭയത്വമുള്ള ഒരു ജനപദത്തെ എങ്ങനെ ഉണ്ടാക്കി? എന്തേ മതം സുരക്ഷിതത്വം നൽകിയത്? വിശ്വാസം തന്നെ ഒരു സുരക്ഷിതത്വമാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്താ? ഒരു ഉദാഹരണം പറയാം, ഞാൻ വളരെ ലളിതമായി പറയാം. എന്റെ വീടിന്റെ തൊട്ടടുത്ത് സായി ഭക്തനായ ബാബുവേട്ടൻ, അദ്ദേഹം സായിബാബയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മകൻ വന്നിട്ട് പറയുന്ന, അച്ഛ, സായിബാബ മരിച്ചു. എല്ലാരും ഓർക്കണം. ആര്? ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവം മരിച്ചു. ഭക്തനോ ജീവിച്ചിരിക്കുന്നു. ഭക്തന്റെ ഹാർട്ട് വീണ്ടും മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തൻ ആരാധിച്ച ദൈവത്തിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നിന്നിരിക്കുന്നു, പൾസ് നിന്നിരിക്കുന്നു. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി. ആലോചിച്ചോളണം. ഞാൻ ആരാധിക്കണ ദൈവം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ മരിച്ചെടുക്കണം. മാനവകുലത്തോടൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇന്ന് ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞ് ജില്ലയുടെ വിവിധ ഭാഗത്തെത്തുമ്പോ അല്ല മരിച്ചു എന്നുള്ളൊരു ന്യൂസ് കേൾക്കേണ്ടി വരില്ല. നഊദു ബില്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, എല്ലാവരെയും അറിയുന്നവനാണ്, ലോകത്തിന്റെ സർവാധിപതിയാണ്. ഹയ്യുൽ ലാ യമൂത്ത്. അങ്ങനെ പറയാൻ കഴിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ അതാ ഓർത്ത്, സായിബാബ മരിച്ചെടുക്കുമ്പോൾ ഒരാൾക്ക് എണീറ്റെന്ന് പുട്ടപ്പുറത്തി പറയാൻ കഴിയോ? സായിബാബയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ സായിബാബ മരിച്ചു. അല്ല, സർവശക്തനെയാണ് ആരാധിക്കുന്നതെങ്കിൽ
ഹയ്യുൽ ലാ യമൂത്ത് എന്ന് പറയാൻ പുട്ടപ്പർത്തിയിൽ ഒരുത്തന് ധൈര്യം ഉണ്ടായോ? പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖ് എണീറ്റുന്നു. ലോകമേ, മതസമൂഹമേ, ക്രിസ്ത്യാനികളെ, ഹൈന്ദവരെ, നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് കഴിയും. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റുന്ന എന്താ പറഞ്ഞറിയോ? ദാ നോക്കേ, 23 കൊല്ലം പ്രവാചകനായി കിടക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആള് മരിച്ചിരിക്കണു. ആള് മരിച്ചിരിക്കണു. ആള് മരിച്ചു കിടക്കുകയാണിതാ. ഇദ്ദേഹത്തെയാണ് ആരാധിക്കെങ്കിൽ അവസാനിപ്പിച്ചോളി. ഇദ്ദേഹത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവസാനിപ്പിച്ചോളി. അതല്ല അല്ലാഹനെയാണോ ആരാധിക്കുന്നത്? ഹയ്യുൽ ലാ യമൂത്ത്, അവൻ ഒരിക്കലും മരിക്കില്ല. പറയാൻ കഴിയോ? പറയാൻ കഴിയോ? ശ്രീരാമനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയോ? പുട്ടപ്രതിയിലെ സായിബാബ് മരിച്ചു, അമ്മ മരിക്കും, രവിശങ്കർ മരിക്കും, തങ്ങന്മാര് മരിക്കും, ബീവിമാര് മരിക്കും. മരിക്കാത്തോലായിട്ട് ആരുണ്ടോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓലൊക്കെ മരിച്ചു. മരിക്കുന്നവരെ ആരാധിക്കേ. സ്വന്തം ഹാർട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ ആരാധിക്കേ. എന്റെ ബാല, ഒന്ന് ഉണർന്ന് ചിന്തിക്കേ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഏകനായ ദൈവമേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു. എന്റെ തേട്ടങ്ങൾ മുഴുവനും എനിക്ക് കുട്ടികളെ തരണേ, രോഗം മാറ്റണേ, കച്ചവടം നന്നാക്കി തരണേ, ഇങ്ങനെയുള്ള എന്റെ എല്ലാ പ്രാർത്ഥനയും, എന്റെ മക്കളെ നന്നായി പഠിക്കണേ, അവര് പാസ്സാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിന്റെ സർവേശ്വരനോടാണ്, അള്ളാഹുവിനോടാണ്. അങ്ങനെ പഠിപ്പിച്ചതാ മഹാനിർവഹണ സ്തോത്രം. അല്ലാതെ ഗുരുവായൂരപ്പനെയോ പിശാരിക്കാവിലമ്മയെയോ അല്ലെ ഗുരുവായൂരപ്പനെയോ വിളിക്കാനല്ല. ലോകത്തിന്റെ സൃഷ്ടാവിനെ, സർവശക്തനായ അള്ളാഹുവിനെ, ലോകത്തിന്റെ നാഥനെ, ത്വമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പദീം പദീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഡ്യം ശ്വേതരോപനിഷത്തിലെ 12ാമത്തെ വാചകം. എന്താ ഇതിനർത്ഥം? നിങ്ങൾ ആരാധിക്കുന്നവരൊന്നും ആരാധ്യന്മാരെ, അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പരമാരാധ്യൻ, ലോകത്തിന്റെ നാഥൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാ പറയും. ആ നാഥനെ ആരാധിക്കുമ്പോൾ കിട്ടുന്നതാണ് സുരക്ഷിതത്വം. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ മുസ്ലിമീങ്ങളിൽ ചേനരയിലെ അബൂബക്കർ ഹാജിയാർ, മതത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ചു, കുറെ വർഷമായി കുട്ടികളില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ദർഗകളിലും പോയി നേർച്ചേർന്നു. പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാറം, പെരുമ്പടപ്പ്, അല്ലാത്തൊരു പടപ്പ്, വല്ലാത്തൊരു പടപ്പ്. ആ പടപ്പിലെ ഒരു പ്രത്യേകത എന്താ പറയുക? പുത്തമ്പള്ളിയാറത്തില് കുട്ടികളെ കിട്ടാനാ പോവുക. അവിടെ ഒക്കെ പോയി, ഏർവാടി പോയി, നാഗൂർ പോയി, ഒറ്റ ഉലിയാക്കളും കനിഞ്ഞില്ല. അവസാനം ഹജ്ജിന് പോയി. അവൾ ബീവി ഖദീജ ബീവിനെ വിളിച്ചു നോക്കി, ആയിഷ ബീവിനെ വിളിച്ചു നോക്കി, അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചു നോക്കി, മദീനയിലെ റസൂലുള്ളാഹിനെ വിളിച്ചു നോക്കി. നിരാശ ബാക്കി. സുരക്ഷിതത്വമുണ്ടോ? നിർഭയത്തുണ്ടോ? ഉണ്ടോ? ആലോചിക്ക്. ഇല്ല. ഓടി. എങ്ങോട്ടെ? തൊട്ട അയൽവാസി മുസ്ലിം പറഞ്ഞു, ഏതായാലും അബൂബക്കർ ഹാജിയാരെ, നിങ്ങളെല്ലാ ഉലിയാക്കളെടുത്തും നിങ്ങൾ ചെന്ന്, നിങ്ങൾ കേട്ട് കുട്ടിനെ കിട്ടിയില്ല. ഞങ്ങളെ ഉലിയാണ് ഗുരുവായൂരപ്പൻ. കേക്കണേ, ഞങ്ങളെ ഉലിയാണ് ആര്? ഗുരുവായൂരപ്പൻ. ഒന്നുകൂടെ ശ്രമിച്ചൂടെ? അവിടെ ഒരു തുലാഭാരം. അപ്പൊ കുട്ടിനെ കിട്ടാനുള്ള ആകാംക്ഷ, അതാണല്ലോ മനുഷ്യന്റെ പ്രത്യേകത. ചിർക്ക് വന്നാലും വേണ്ടിയില്ല, നരകത്തിലെത്തിയാലും വേണ്ടിയില്ല, ഇവിടെ ഒരു കുട്ടിനെ കിട്ടട്ടെ. ഇത് നാളെ നരകത്തിലേക്കുള്ള സന്തതിയാണോ അത് നമുക്കറിയില്ല. നമുക്ക് പാരയാവോ അതൊന്നും അറിയില്ല. പക്ഷെ ശിർക്ക് ചെയ്തിട്ടാണെങ്കിൽ കുട്ടിനെ കിട്ടണം. മലപ്പുറം ജില്ലയിലെ ചേന്നരയെന്ന് ഈ ഗുരുവായൂർ വന്നിട്ട് ആ അബൂബക്കർ ഹാജിയാർ തുലാഭാരം നടത്തി പിരിഞ്ഞുപോയി. ഭാര്യ ഗർഭിണിയായി, കുട്ടി ഉണ്ടായി. നോക്കണേ. നുവല്ലിഹി മാത്രമല്ല, തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിട്ടു. വനുസ്ലിഹി ജഹന്നം, ജഹന്നമിലായി. വസാഅതു മസീറ, മോശമായ താവളമായി. 4-ാം അധ്യായം 115. സുരക്ഷിതത്വമുണ്ടോ? ദർഗകളിലെ നേരെ മറിച്ചൊരു യഥാർത്ഥ പ്രവാചകന്റെ വൈശീകരിച്ച ഒരു സെൽഫിയുടെ അവസ്ഥ എന്താ? എത്ര വർഷം കുട്ടികളില്ലെങ്കിലും അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. പടച്ചോനെ, നീ നൽകിയത് തടയാൻ ഒരാൾക്ക് കഴിയില്ല, നീ നൽകാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്ക് സാധ്യമല്ല. ഇതൊരു മുഅ്മിന്റെ വിശ്വാസം. സക്കരിയ നബി അതാ മാതൃക. അല്ലേ? അറിയാലോ,
കാഫായ ഇൻ സ്വാദ് ദിക്ർ റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്താല الرأس شيبا ولم أكن بدعائك ربي شقيا وإني خفت الموالي من ورائي. അങ്ങനെ തുടർന്ന് പോവുകയാണ് 19-ാം അധ്യായം. എന്താ സക്കറിയ നബിയുടെ നിർഭയത്വം? ഞാനിവിടെ മുജാഹിദുകളും അല്ലാത്തവരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ. എന്താ സക്കറിയ നബിയുടെ നിർഭയത്വം? പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ, ഈ ഖുർആനിക വചനം എന്താ വചനോ, എന്താ വചനോ, എന്താ നിർഭയത്വം? അള്ളാഹിനോട് പറയണേ സക്കറിയ നബി, പടച്ചോനെ എന്റെ ഭൗതികമായ കാര്യം, കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള എല്ലാ കാര്യവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഭൗതികമായിട്ടൊരു കാര്യം എനിക്കില്ല. ഞാൻ അങ്ങേയറ്റത്തെ വയോവൃദ്ധനാണ്. എന്റെ സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഇന്ദ്രിയ പ്രവാഹം ഇനി സാധ്യമല്ല. എന്റെ എല്ലുകൾ അത്ര ദുർബലമാണ്. ഇനി എനിക്കൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ നിലക്കുള്ളൊരു അവസ്ഥ, എന്റെ ഭൗതികമായ അവസ്ഥകളോട് അവസാനിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടൊന്നും എനിക്കൊരു നിരാശയില്ല റബ്ബേ. നോക്കണേ, അക്കീദ് എന്താന്ന് തിരിയണേ. നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്, സ്വലാഹി അവതരിപ്പിച്ച വിഷയത്തിന്റെ തുടർച്ചയാ പറയണേ. സഹോദരാ, അടുത്ത വാചകം എന്താ? അടുത്ത വാചകത്തോടു കൂടി ആരാ നിരാശപ്പെടാത്ത? എന്റെ ഭാര്യയല്ലേ, ഓള് വന്ധ്യൻ. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഈ സൈഡിൽ നിന്ന് കേൾക്കുന്നവരോടും റോഡരികിൽ നിൽക്കുന്നവരോടും ഒന്ന് ചോദിച്ചോട്ടെ, ഭാര്യ ഇനി ഒരിക്കലും പ്രസവിക്കൂല എന്ന് അതിവിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രഖ്യാപിച്ചാൽ, ഭർത്താവ് ഇനി ഒരിക്കലും അയാൾക്ക് ഈ 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിൽ ലക്ഷണമൊത്ത ബീജം ഉണ്ടാവൂല എന്ന് ഡോക്ടർ പ്രഖ്യാപിച്ചാൽ, ഞാൻ ചോദിക്കണം, നിരാശപ്പെടൂല്ലേ? അവിടെയാണ് ഒരു മുഅ്മിന്റെ തവക്കുൽ, ഒരു മുഅ്മിനിന്റെ തൗഹീദ് അവിടെയാ. എന്താ എന്താ ബാപ്പ ഇമ്മയില്ലാതെ ആദം നബീനെ സൃഷ്ടിച്ച ആളായി റബ്ബ്, കുൻ ഫയകൂൻ. അവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സക്കറിയ നബി പറഞ്ഞ വാക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നൊന്ന് വല്ലാത്തൊരു പടച്ചവനെ, പടച്ചവനെ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്താല الرأس شيبا ولم أكن بدعائك ربي شقيا. അല്ലാഹ് ഭൗതികമായ എല്ലാം ഇവിടെ അവസാനിച്ചു. കാര്യകാരണ ബന്ധത്തിനുള്ള സകല പദ്ധതികളോട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. അക്കാര്യത്തിൽ ഞാൻ നിരാശനല്ല. നീ ഇടപെട്ടാ മതി. നിന്നോട് ദുആ ഇറക്കുന്നതിൽ ഞാൻ നിരാശനല്ല. ആമിന, ആയിഷ, സുബൈദ, അഷ്റഫേ, മുഹമ്മദേ, ഞാൻ എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഈ സദസ്സ് ചിലപ്പോ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ ഇതേ ഫീലിംഗ് ആളുണ്ടാവും. നിരാശ തോന്നിയിട്ടില്ലേ? മുജാഹിദായിട്ടും തോന്നിയിട്ടില്ലേ? ഇനി ഏറ്റവും അത്ഭുതകരമായ ഒരു വശം എന്താ? സക്കറിയ നബി അലൈഹിസ്സലാം മറിയം ബീവിന്റെ കറാമത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം ഒന്നുകൂടെ ഓർക്കണേ. മറിയം ബീവിക്ക് ആകാശത്ത് നല്ല ഭക്ഷണം ഇറക്കി കൊടുക്കണ കറാമത്ത് കണ്ടോണ്ട് കാണുക. മറ്റേത് ഏജന്റുമാര് പ്രചരിപ്പിച്ച് കേട്ടിട്ടേ ഉള്ളൂ. കേരളത്തിൽ ഒരൗലിന്റെ കറാമത്തും പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഉണ്ടോ? ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഒരു മൊയ്ലിയാരെ കറാമത്ത് കണ്ടിട്ടുണ്ടോ? സാധാരണയായി ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരു മൊയ്ലിയാര്, ഈ മൊയ്ലിയാര് ഒരു പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി മൊയ്ലിയാർ ഇങ്ങനെ പോകുക. മൂപ്പര് പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആക്കി, എങ്ങനെ എങ്ങനെ ഇങ്ങനെ. അപ്പൊ കണ്ടെന്ന പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താ മൊയ്ലിയാർ എങ്ങനെ, നിങ്ങൾക്ക് എന്തായി? മൊയ്ലിയാർ പറയാണ്, കാബത്തിൽ ഒരു നായ കയറി, ഞാൻ ഇവിടുന്ന് കണ്ട അതിനെ ആട്ടിയതാണ്. അപ്പൊ പിറ്റേ ദിവസം മൊയ്ലിയാർക്ക് ചോറ് ഈ താത്താന്റെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം ഈ മൊയ്ലിയാർക്ക് ചോറ് താത്താന്റെ വീട്ടിലായിരുന്നു. താത്ത എന്ത് ചെയ്തെന്നറിയോ? ചിക്കനും ഇറച്ചിയും ഒക്കെ എന്ത് ചെയ്ത് പ്ലേറ്റിന്റെ അടിയിൽ വെച്ച്, കറി അവിടെ വെച്ച്, ചോറ് അതിന്റെ മുകളിലാക്കി. എന്നിട്ട് നേരെ മൊയ്ലിയാർ മുമ്പിൽ കൊണ്ടുവച്ചു. ഇത്താത്ത കയറി അടുക്കളയിൽ പോയി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഇത്താത്ത വന്ന് നോക്കുമ്പോൾ മൊയ്ലിയാർ ഇങ്ങനെ കുത്തിരിക്കാണ്, ചോറും നോക്കി. അപ്പൊ ചോദിച്ചു, എന്തോ ഉസ്താദെ തിന്നാത്ത്? അപ്പൊ താത്താനോട് ഉസ്താദ് പറയുന്നത്, കറി ഇല്ലാണ്ട് എങ്ങനെയാ തിന്നുക? അപ്പൊ അല്ല കാക്ക, ഇന്നലെ കാബത്തിൽ നായി കയറി നിങ്ങൾ ഇവിടുന്ന് കണ്ട്, നിങ്ങളെ ബെർലിന്റെ വലുപ്പത്ത് തൊട്ടുതായത്ത് ചിക്കൻ പീസ് ഉണ്ടായിട്ട് അത് കാണാത്ത നിങ്ങളാ ഇന്നലെ പോയും കാക്ക അവിടുന്ന്. ആ ബുദ്ധിയെങ്കിലും ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണ്ടേ? തൗഹീദ് പഠിപ്പിക്കാൻ ആ ബുദ്ധി ഉണ്ടാവണ്ടേ? ആളുകൾക്ക് ഉണ്ടാവണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ. സായിബാബ യുക്തിവാദികളുടെ ലോകത്തിട്ടിടുന്ന ഏറ്റവും വലിയൊരു ക്ലിപ്പിംഗിൽ ഒന്നാ. സായിബാബ ഇങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ മേലെ സ്റ്റെപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സായിബാബ പെട്ടെന്ന് കൈ ഇങ്ങനെ ആക്കി ഒരു സ്വർണ്ണ ചെയിൻ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അത്ഭുതം. കാരണം ആകാശത്തേക്ക് കൈ ചുറ്റി സ്വർണ്ണ ചെയിൻ എടുത്ത് കൊടുക്കുകയാണല്ലോ.
ഭയങ്കര അത്ഭുതം. അപ്പൊ ഈ ക്യാമറയെ പകർന്ന് സായിബാബ ഓർത്തില്ല. കുറച്ച് പിറകോട്ട് പിടിച്ചപ്പോ എന്താ വെച്ചാൽ ഒരാളിങ്ങനെ ഇട്ട് കൊടുക്കുക, മൂപ്പര് കേച്ച് ചെയ്യ. അങ്ങനെയാണല്ലോ, അങ്ങനെ കേച്ച് ചെയ്യുന്നത് കിട്ടി. യുക്തിവാദികൾ വിടുവോ? നടുറോട്ട് കാച്ചി പൂശി തൂഫാനാക്കാൻ ഒരുപാട് കാലം സായി ഭക്തര് ഒളിച്ചു കിടന്ന മൈരി നടന്നു. ഞാൻ അതൊന്നുമല്ല ചിന്തിച്ച്. ഇത് കേട്ടപ്പോ ഞാൻ വേറൊരു കാര്യമാണ് ചിന്തിച്ചത്. ഈ HMT വാച്ചും ഈ പറയുന്ന മാലയും പിന്നെ ഇങ്ങനെ കാണങ്ങനെ പൊക്കിയിട്ട് അപ്പൊ ഭസ്മങ്ങനെ കയ്യിൽ അതൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ ഭ്രമിച്ചിരിക്കുക. ഇന്ത്യ രാജ്യത്ത് 1996 നടന്ന സംഭവം അതൊക്കെ. 1996 8 ദശലക്ഷം ആളുകൾ പട്ടിണി കിടന്നിരുന്നു. ഞാൻ ആലോചിച്ചെന്നറിയോ, സായിബാബന്റെ പുട്ടപ്പുറത്തിയിലേക്ക് നാഷണൽ പെർമിറ്റ് ലോറി റിവേഴ്സ് ഗിയറിൽ എന്നിട്ട് എന്താ സായിബാബ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നോക്കും. ഒരു ചാക്ക് പഞ്ചാര, ഒരു ചാക്ക് കുമ്പളം, ഇതിങ്ങനെ ലോറിയിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുക. വായു നിർത്തിട്ട് എന്തൊരു സുഖണ്ട്. കൃഷി ചെയ്യണ്ട, മെനക്കെടണ്ട, വേറൊന്നും വേണ്ട. കഴിഞ്ഞില്ല. കാരണം കുമ്പളം കയ്യിൽ ഒതുങ്ങോ? പഞ്ചാര ചാക്ക് കയ്യിൽ ഒതുങ്ങോ? ഈ 2 പവന്റെ 1 പവന്റെ അരപ്പവന്റെ പിന്നെ HMT നിർമ്മിച്ച ലോക്കൽ വാച്ചും ഇതൊക്കെയുള്ള മേജിക്കേ മൂപ്പര് പഠിച്ചുള്ളൂ. ഇത് കണ്ടിട്ട് എന്താ പടച്ചോൻ തന്നെ. അപ്പൊ ഗോപിനാഥ് മുതുകാടോ എല്ലാ പടച്ചോന്മാരെയും പടച്ചോൻ ഇങ്ങനെ നോക്കിക്ക് വന്ന് ആനനെ പ്രത്യക്ഷപ്പെടുത്തി. ഇങ്ങനെ നോക്കിക്ക് വന്ന് ആനനെ കാണുന്നില്ല. എല്ലാ ചങ്ങലക്കിട്ട് പൂട്ടി പെട്ടിയിലാക്കി വെള്ളത്തിലെ മൂപ്പരപ്പുറത്ത് ലാൽ സലാം സഖാക്കളെ എന്ന് പറയാ. എന്നാ പടച്ചോന്, കാരണം മൂപ്പർക്ക് മതത്തിന്റെ ചോന്ന കുപ്പായവും ഇല്ല, മതത്തിന്റെ ജുബ്ബയില്ല. അതുകൊണ്ട് ആരും മൂപ്പരെ പടച്ചോനാക്കിയില്ല. ഓർക്കണേ മനുഷ്യരെ, ലോകത്തിന്റെ അധിപതിയായ നാഥനോട് സക്കരിയ നബി പറയാൻ, മറിയം ബീവിന്റെ കറാമത്ത് കണ്ടപ്പോ ശരിക്ക് സക്കരിയ നബി സമസ്തക്കാരനാണ് ചെയ്യേണ്ടത് എന്താ? മറിയം ബീവിനോട് കറാമത്ത് എന്ന് തേടുക. പക്ഷേ അന്നാലക്കി ഹാദ കാലത്ത് ഹുവ മിൻ ഇന്ദില്ല, ഇത് എവിടുന്നാ മറിയം? അവൻ മറിയം ബീവി പറയാണ്. ഞാൻ ആരാന്നാ വിചാരിച്ച്? മുനമ്പത്തുണ്ട് ഒരു ബീവി, പിന്നുണ്ട് ഉള്ളാളത്ത് വേറൊരാള്, പിന്നുണ്ട് അങ്ങ് തിരുവനന്തപുരത്ത് ഭീമാ ഉമ്മിച്ച. ഞാൻ ഓലൊക്കെ ഉമ്മിച്ച, മറിയും ഉമ്മിച്ച. നിന്റെ കറാമത്ത് പറഞ്ഞ ചില്ലറ എന്ന് പറയല്ല. കാലത്ത് ഹുവ മിൻ ഇന്ദില്ല, ഇതൊക്കെ പടച്ചോന്റെ അടുത്തുന്ന അള്ളാഹ് ഉദ്ദേശിച്ചവർ കണക്കില്ലാതെ കൊടുക്കും. എന്നിട്ടും ആ കറാമത്ത് കണ്ടിട്ടും സക്കരിയ നബി ചോദിച്ചോ? അവിടെ വെച്ച് സക്കരിയ നബി അവിടെ വെച്ച് റബ്ബിനോട് തേടി, കുട്ടികളെ തരണേ. നിരാശ ഉണ്ടോ? ഭയമുണ്ടോ? ആശയിട്ടിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി 86-ാം വയസ്സിൽ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ പ്രാർത്ഥിച്ചില്ലേ? എവിടെയാ നിരാശ? എവിടെയാ നിരാശ? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ഒരു സഹാബി കല്യാണം കഴിച്ചു, വർഷങ്ങൾ നീണ്ടു, കുട്ടികളില്ല, വേദനിക്കുകയാണ്. മറ്റൊരു സഹാബിയെ ചെന്ന് കണ്ടപ്പോ ആ സഹാബി ചോദിച്ചു, അല്ല സഹോദര, സൂറത്ത് നൂഹിലെ 13 മുതൽ 15 വരെയുള്ള വാചകം കണ്ടിട്ടില്ലേ? അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ കുട്ടികളെ തരുമെന്നത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഈ തൃശൂർ ജില്ലയിലെ ദുബായിൽ കഴിയുന്ന ചില ആളുകൾ കുട്ടികളില്ലാത്ത ദുഃഖിച്ചപ്പോൾ ഈയുള്ളവൻ ഈ ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ ഇസ്തിഗ്ഫാർ നടത്തി. അവർക്ക് 3 കുട്ടികളായി, 4 കുട്ടികളായി, 2 കുട്ടികളായി. ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. പടച്ചവനിലുള്ള നിർഭയത്വത്തിന്റെ തവക്കുലില്ലേ? അതാണ് വിശ്വാസിയുടെ തവക്കുൽ. ശക്തമായ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിഞ്ഞപ്പോ സൂറത്ത് അംബിയാ പറഞ്ഞില്ലേ? ഇബ്രാഹിമിന് തണുപ്പ് നൽകി, അഗ്നി സുരക്ഷിതത്വം നൽകി. അതാ മതോ. ഈ മതത്തിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത അതാ. മദായിനിലേക്ക് മഹാനായ സ്വാമി സയ്യിദും അനുയായികളും ചെന്നു. അടിയൊഴുക്കുള്ള പുഴ, തോണിയില്ല, പാലല്ല, നീന്തറയില്ല. സേദർദാനി ചോദിക്കാണ്, അക്കീദയാണ്, പഠിച്ചോളി. തൗഹീദാണ്, തവക്കുലാണ്, പഠിച്ചോളി. സേദർദാനി ചോദിച്ചു, ഈ പുഴ ആരുടേതാ? ഈ പുഴ അള്ളാഹുവിന്റെ. നമ്മളാരാ? അള്ളാഹുവിന്റെ അടിമ. നമ്മൾ എന്തിനാ പോണത്? അള്ളാന്റെ ഏകത്വം ഉദ്ഘോഷിക്കാൻ. അദ്ദഅവതു ഇലല്ലാഹ്. ആ അള്ളാന്റെ തൗഹീദ് പഠിപ്പിക്കുന്ന നമുക്ക് അള്ളാഹു സൃഷ്ടിച്ച പുഴ ഒരു തടസ്സമാകുമോ? നീന്തമറിയാത്ത, തോണിയില്ലാത്ത, പാലമില്ലാത്ത, നടപ്പാതകളില്ലാത്ത അടിയൊഴുക്കുള്ള പുഴയിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് ആ സേതും കൂട്ടരും പുഴ കടന്നത് ചരിത്രത്തിൽ ഇന്നും ആശ്ചര്യമാണ്. നിങ്ങൾ മുഅ്മിനുകൾ 20 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 പേരെ അതിജയിക്കാം. 200 പേരുണ്ടെങ്കിൽ ആ 2000 അതിജയിക്കാം. അതാണ് ഇസ്ലാം. ഈ നിർഭയത്തെ മുസ്ലിങ്ങൾ നടണം. ഭയപ്പാടുണ്ടാകരുത്. ഞാൻ തൗഹീദ് പറഞ്ഞാൽ, ഞാൻ ആ കാര്യം പറഞ്ഞാൽ
പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ പലതവണ പ്രസംഗിക്കാൻ പടച്ചോൻ അവസരം തന്നിട്ടുള്ള ഒരാളാണ്. പല ആളുകൾക്കും അള്ള കൊടുത്തിട്ടില്ലാത്ത എനിക്ക് തന്നപ്പോ എനിക്ക് ബേജാറ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ആ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് കാലുവെക്കുമ്പോ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ശിർക്ക് നിനക്കിഷ്ടമില്ല. ഈ ക്ഷേത്രത്തിൽ ശിർക്ക് ചെയ്യുന്ന അടിമകൾ അവർ നിന്റെ അടിമകളാണ്, നിന്റെ വായു ശ്വസിച്ചവരാണ്, നിന്റെ വെള്ളം കുടിച്ചവരാണ്, എന്റെ സഹോദരങ്ങളാണ്, ആദമിന്റെ മക്കൾ. അവർക്ക് തൗഹീദ് പറയാനാണ്. നാവിന്റെ കെട്ടിക്കുടുക്ക് തീർത്തു തരണം, വാചാലത നൽകണം, വാക്ചാതുരി നൽകണം, സ്ലിപ്പ് ഓഫ് ദ ടങ്ങിൽ നിന്ന് മോചിപ്പിക്കണം, അനാവശ്യ വാക്കുകളിൽ നിന്ന് മോചനം തരണം. കേട്ടില്ലേ പടച്ചോൻ പ്രാർത്ഥന? കേട്ടില്ലേ പടച്ചോൻ റിസൾട്ട് തന്നില്ലേ? ആരെയാ നമുക്ക് പേടി? ആരെയാ നമ്മൾ പേടിക്കേണ്ടത്? അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അള്ളാന്റെ മാർഗത്തിലേക്കാ ക്ഷണിക്കണേ, ലോകനാഥന്റെ മാർഗത്തിലേക്കാ ക്ഷണിക്കണേ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച പടച്ചോന്റെ മാർഗത്തിലേക്കാ ക്ഷണിക്കണേ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എന്തിനു ഭയപ്പെടണം? എന്തിനു ബേജാറാകണം? അതുകൊണ്ട് മതത്തിന്റെ നിർഭയത്വമത. സ്വഹാബത്തിന് പേടിയില്ല. എവിടൊക്കെ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കേറി ചെല്ലാണ് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക്. റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പരുക്കൻ പുതപ്പും ധരിച്ച് മെലിഞ്ഞുണങ്ങി രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഒരു കുള്ളൻ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച്. അപ്പൊ അവിടുത്തെ പട്ടാളക്കാരെ നോക്കുകയാണ്, പടച്ചോനെ, മെലിഞ്ഞുണങ്ങിയ ഒരു ചെങ്ങായി എന്ത് ധൈര്യത്തിലാ റുസ്തമിന്റെ കൊട്ടാരത്തിൽ തല ഉയർത്തിപ്പിടിച്ച് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ആ കൊളമ്പടി കേട്ടി രാജകൊട്ടാരത്തിന്റെ അന്തപുരങ്ങളിൽ അങ്ങ് കയറി ചെന്നു. തടുത്തു. ഇത് രാജകൊട്ടാരാണ്. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നങ്ങനെ കൂച്ചുവലങ്ങൊന്നുടണ്ട, എന്നെ രാജാവിന്റെ അടുത്തേക്ക് അയക്കെങ്കിലും മാത്രമേ ഞാൻ കയറൂ, ഞാൻ തിരിച്ചു പോകും. നിങ്ങളെ ശിങ്കിടിയായി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല ഇവിടെ. അപ്പൊ റുസ്തം പറഞ്ഞു, വിട്ടേക്കുക. നേരെ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ സന്നിധി ചെന്നു. എന്നിട്ട് പറഞ്ഞെന്താന്നറിയാം? അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക്. മക്കളെ, യുവാക്കളെ, അനുജന്മാരെ, മതെന്താ? നോക്ക് റുസ്തമിന്റെ കൊട്ടാരത്തിലെ ആ വാക്ക് എന്തേ? അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക്. അതിന്റെ ഉത്തമ ഉദാഹരണം ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തിനുണ്ടായോ? ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിലുണ്ടായോ? അത് എന്താ പറഞ്ഞത്? അനീതിയുടെ ലോകത്ത് നിന്ന് നീതിയുടെ ലോകത്തേക്ക് മാനവതയെ കൈപിടിച്ചുയർത്താൻ കേട്ടോ, അടുത്ത വാചകം കേട്ടോ, ദുനിയാവിന്റെ സങ്കുചിതത്വങ്ങളിൽ നിന്ന് വിശാലമായ പരലോകത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ, ശിർക്കിൽ നിന്ന് ബഹുദൈവത്വത്തിൽ നിന്ന് ഏകദൈവത്വത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ. ഞാൻ ഓർക്കുകയാണ്, ആ റുസ്തമിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞ വാക്കിന്റെ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എക്സെട്ര, എത്ര രാജ്യങ്ങൾ? ആ രാജ്യങ്ങളെ നോക്കുകുത്തിയാക്കി സൗദിയുടെ ഭരണകൂടം ഒരു പ്രഖ്യാപനം നടത്തി. സൗദി രാജകുമാരന് കൊലക്കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ. നാണം കെട്ടില്ലേ ലോകരാജ്യങ്ങൾ? ഇസ്ലാമാണത്. ഒരു രാജകുടുംബത്തിലെ രാജപുത്രൻ തെറ്റു ചെയ്തു, ഒരാളെ കൊന്നു അന്യായമായി, അവര് വിട്ടില്ല, രാജാവിനെ കൊല്ലണമെന്ന് പറഞ്ഞു. ആ രാജകുടുംബത്തിൽ അങ്ങത്തെ കൊല്ലണമെന്ന് പറഞ്ഞു. സൗദി ഭരണകൂടം വിധിച്ചു. നട്ടലുണ്ടോ ലോകത്തിന്? നമ്മുടെ രാജ്യം എന്താ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാലിച്ച് പിച്ച് ചീന്തിയില്ലേ? എത്ര ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്? ഒരു ചെയ്ത കുറ്റം എന്താന്ന് പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാലില്ലാത്തവർ, പ്രമേയ രോഗികൾ, കണ്ണിന് അന്ധത ബാധിച്ചവർ, മുമ്പെപ്പോഴോ അവർ തെറ്റ് ചെയ്തു, നമ്മൾ എതിർത്തു, നമ്മൾ തിരുത്തി. എന്താ ഒരു ചെയ്ത തെറ്റ്? പറഞ്ഞില്ല അല്ലേ? കുറ്റവാളികൾ സർവതന്ത്ര സ്വതന്ത്രരായി ഊരിച്ചുറ്റും നമ്മുടെ നാടുകളിൽ. അവിടെയാണ് സൗദി ഭരണകൂടം. അതാ ഇസ്ലാം. കേട്ടോളെ നിങ്ങൾ, എന്താ ഇസ്ലാമിന്റെ സുരക്ഷിതത്വം? ഒരു ഉന്നത കുലജാതയായ പെണ്ണ് മോഷ്ടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോഷണം കൃത്യമായി പിടിച്ചു, തെളിവോടെ പിടിച്ചു. അപ്പൊ റസൂൽ ഒറ്റടിക്ക് പറഞ്ഞു, ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ കാഫിറൂൻ, ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ, ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹ് ഇറക്കിക്കൊണ്ട് വിധിക്കണം. റസൂൽ പറഞ്ഞു, കട്ടോന്റെ കൈ മുറിക്കണം. ഇസ്ലാമിക ഭരണകൂടത്തിൽ CP സലീം ഖാൻ നേരത്തെ പറഞ്ഞൊരു വാചകം മറന്നോ? നിങ്ങള് മകരേന് മുമ്പ് പറഞ്ഞ വാചകങ്ങൾ മറന്നോ? അരണബുദ്ധിയാണോ?
എങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. അതെന്താ? കട്ടോന്റെ കൈ മുറിക്കേണ്ട ആരാ? ഇവിടുത്തെ പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയാ? ചോദിച്ചിരുന്നു CP സലീം, ഓർക്കുന്നുണ്ടോ? അല്ല, ആരാ? അതിനൊരു ഭരണാധികാരി വേണം, ഒരു അമീർ വേണം, അയാൾക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം, അയാളെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് വിധിക്കണം. അങ്ങനെ വിധിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു കൈവെട്ടണം. അപ്പൊ ഉണ്ടായ സംഭവം ഒന്നുകൂടെ കേട്ടോ, ലോകത്തെന്നുള്ളതാട്ടോ, എവിടെയുള്ളതാട്ടോ ഇത്. അപ്പോ ഉന്നത കുലജാതയായ ഈ പെണ്ണിനെ എങ്ങനെ കൈവെട്ടും? സമൂഹത്തിലൊരു മോശത്തരാവൂലേ? സമൂഹത്തിനൊരു കുഴപ്പാവൂലേ? അവരുടെ ഗോത്രത്തിനൊരു ദോഷാവൂലേ? ആ ചിന്ത. അപ്പൊ എന്താ ഉണ്ടായത്? ഉസാമ. ആരാ ഉസാമ? അടിമ. ആരാ ഉസാമ? അടിമ. നബിക്ക് ഏറ്റവും ഇഷ്ടം, നബിയുടെ ഹൃദയത്തിൽ സ്ഥാനം. മനസ്സിലായോ? ആ ഉസാമ നബീനോടുള്ള ഇഷ്ടവും ഉസാമയോട് നബിക്കുള്ള ഇഷ്ടവും കാരണത്താൽ ഉസാമയെ റെക്കമെൻഡേഷനുമായി ആളുകൾ പറഞ്ഞു വിട്ടു. ഉസാമ റളിയല്ലാഹു ചെന്നിട്ട് നബീന്റെ മുമ്പിൽ ചോദിച്ചു, നബിയെ നോക്കണേ, റസൂലേ മതം എന്താന്ന് പഠിക്കുക നമ്മൾ. റസൂലേ, അവർ ഉന്നത കുലജാതയല്ലേ, മോശല്ലേ അത്? നമുക്ക് വിട്ടുകൂടെ? റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ഉറുമാമ്പയം പോലെ ചുവന്നു തുടുത്തു, മുഖത്തേക്ക് രക്തം എരച്ചു കയറി. പ്രവാചകന്റെ കോപമുയർന്നു. ഉസാമ, നീ എന്താ വിചാരിച്ചത്? നീ എന്താ വിചാരിച്ചത്? സൂറത്ത് നിസാ 135 വചനം. നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ഉമ്മയായാലും ഉപ്പയായാലും നാട്ടുകാരായാലും അനുയായികളായാലും ആരായാലും നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ഉസാമ, അല്ലാഹ് എന്നെ നീതി നടപ്പാക്കാനാ പറഞ്ഞേ, അതുകൊണ്ട് ഇന്നവർ. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ഉസാമ അറിയണം, പൂർവകാല സമുദായം ഉസാമ നശിപ്പിക്കപ്പെട്ടത് അവരിലെ ഉന്നതന്മാർ, കേമന്മാർ, പണക്കാർ, കോടീശ്വരന്മാർ, നായകന്മാർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാതിരിക്കുകയും അവരിലെ സാധാരണക്കാർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടൊരു ജനത നശിച്ചു പോയി. ഉസാമ, വല്ലാഹി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, എന്റെ പൊന്നുമോളില്ലേ? ഏത് പൊന്നുമോള്? ഫാത്തിമ. ഫാത്തിമയായിട്ട് റസൂലുള്ളാന്റെ കല്യാണം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി കവിളിൽ മുത്തിയ ഫാത്തിമ. നബിയുടെ വീട്ടിൽ ഒരു ചെറിയ തുണിയുടെ ജനലുണ്ടായിരുന്നു. ഒരു തുണിയുടെ ജനൽ ഫാത്തിമാനിടക്ക് കാണണമെന്ന് തോന്നിയാൽ നബി ആ തുണി കഷ്ണം ഇങ്ങനെ പൊക്കും. അതേ നേരെ അവിടെ തന്നെ ഫാത്തിമയുടെ വീട്ടിലുണ്ടായിരുന്നു അതുപോലെ ഒരു കറക്റ്റ്. ഫാത്തിമ വിടുന്നത് ഉയർത്തുമ്പോ റസൂല് വിടുന്നത് വല്ലാത്തൊരു സന്തോഷം, ചിരി, സലാം പറയും. മോളെ സുഖല്ലേ, ബാപ്പാ സുഖല്ലേ? സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു, സവിശേഷമായിരുന്നു, സ്നേഹത്തിന്റെ മാസ്മരിക ലോകമായിരുന്നു. സഹോദരങ്ങളെ, ഇത് നന്യം നിന്ന് പോവുകയാണ്. മതരംഗത്ത് പോലും സ്നേഹം മന്യം നിന്ന് പോകുന്ന കാലഘട്ടമേ. ഓർക്കുക, പ്രവാചക തിരുമേനി ആ ഫാത്തിമയെ പറ്റി പറയാൻ, എന്റെ ഫാത്തിമയില്ലേ അവൾ എനിക്ക് ജീവന്റെ ജീവനാ. പക്ഷേ ഫാത്തിമയാണ് കെട്ടതെങ്കിലും കൈമുറിക്കാൻ എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളെ കൈ വെട്ടിമുറിക്കുന്നത് കണ്ടാൽ മനക്കുറ്റമുണ്ടാകില്ല എനിക്ക്. അതാ മതം. ആ മതം ഇന്ത്യ രാജ്യത്ത് ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കാൻ കരാട്ടയും കബഡിയും വേണ്ട. ആത്മചൈതന്യം കൊണ്ട് ധന്യമായ മനസ്സ് അതുണ്ടായ മതി. നെഞ്ചുറപ്പ്, പറയുന്ന കാര്യം സത്യാന്നുള്ള ബലം, അതിന്റെ മുമ്പിൽ ഒരുത്തനും ജയിച്ചടക്കാൻ കഴിയില്ലെന്ന വെന്നിക്കൊടി ചിന്തയുടെ വിജയത്തിന്റെ വിപ്ലവത്തിന്റെ മഹാശക്തി സിദ്ധി മനസ്സിന് സ്വഹാബത്ത് ആവാഹിച്ചെടുത്ത 300 പേർ ആയിരങ്ങളെ അതിജയിച്ച ബദറിന്റെ ചരിത്രഗാഥ. അതാ ഇസ്ലാം. അല്ലാണ്ട് ഊച്ചാളികളായി നട്ടലില്ല ആരടാ എന്ന് പറയാനല്ലടോ മുസ്ലിം ഉമ്മത്തിനെ ഈ മണ്ണിൽ സൃഷ്ടിച്ചു. നായകത്വം വഹിക്കാൻ ലോകത്തിന്റെ സമൂഹത്തിന്റെ മനുഷ്യരുടെ വിമോചനമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് മാനവതയെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അല്ലേ? അതുകൊണ്ട് ഇസ്ലാം ഞാൻ പറഞ്ഞല്ലോ നീതിയിൽ അധിഷ്ഠിതമാണ്. അപ്പൊ സുരക്ഷിതത്വമുണ്ടോ ഇല്ലേ? പണ്ഡിറ്റ് ജവഹർലാലാണ് മതം സുരക്ഷയാണ് എന്ന വിഷയത്തിന്റെ പൂർണ്ണ രൂപമാണ് പറയുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. പുസ്തകത്തിന്റെ പേരെന്താ? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ.